ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം ജനറലായിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ ജെസ്സി തോമസ്. ആദ്യത്തെ ചോദ്യം, സ്ഥിരതയില്ലാത്തതും ഓടിപ്പോകുന്നതും എന്താണ്? ഉത്തരം നിഴൽ. 1 ദിനവൃത്താന്തം 29 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം, പൊടിയിൽ നിന്നും ചിലയ്ക്കുന്ന വാക്ക് ആരുടേതാണ്? ഉത്തരം അരിയേലിൻ്റേത്. യെശയ്യാവിൻ്റെ പ്രവചനം 29 അധ്യായം 1-4 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, യഹോവ വെള്ളിക്കോൽ കൊണ്ട് തൂക്കുന്നത് എന്താണ്? ഉത്തരം പർവ്വതങ്ങളെ. യെശയ്യാവിൻ്റെ പ്രവചനം 40 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, പിടിച്ചുകൊള്ളേണ്ടത് എന്താണ്? ഉത്തരം നിത്യജീവൻ. 1 തിമോത്തിയോസ് 6 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, പൗലോസിനെ ശുശ്രൂഷിച്ച ദൂതൻ ആരാണ്? ഉത്തരം എപ്പഫ്രോദിത്തോസ്. ഫിലിപ്പിയ ലേഖനം 2 അധ്യായം 25 വാക്യം. അടുത്ത ചോദ്യം, പണ്ടേ ഒരുക്കി വച്ചിരിക്കുന്നത് എന്താണ്? ഉത്തരം ദഹനസ്ഥലം. യെശയ്യാവിൻ്റെ പ്രവചനം 30 അധ്യായം 33 വാക്യം. അടുത്ത ചോദ്യം, ദൈവം ചൂണ്ടലിട്ട് പിടിച്ച ഒരു മഹാനക്രം ഏതാണ്? ഉത്തരം മിസ്രയീം രാജാവായ ഫറവോൻ. യെഹെസ്കേലിൻ്റെ പ്രവചനം 29 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം, മേശ ഒരുക്കി വിരിച്ചതിനടിയിൽ വിശ്രാമം പ്രാപിച്ചത് ആരാണ്? ഉത്തരം സീസര. ന്യായാധിപന്മാരുടെ പുസ്തകം 4 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം, സ്വർണത്തേക്കാൾ വിലയേറിയത് എന്താണ്? ഉത്തരം വിശ്വാസത്തിൻ്റെ പരിശോധന. 1 പത്രോസ് 1 അധ്യായം 7 വാക്യം. അടുത്ത ചോദ്യം, തന്നെ നശിപ്പിക്കുന്ന ഒരു അവയവം ഏതാണ്? ഉത്തരം മൂഢൻ്റെ അധരം. സഭാപ്രസംഗി 10 അധ്യായം 12 വാക്യം. അടുത്ത ചോദ്യം, ന്യായപ്രമാണ നിവർത്തി എന്താണ്? ഉത്തരം സ്നേഹം. റോമാലേഖനം 13 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, യുദ്ധത്തിനുള്ള ആയുധങ്ങളെക്കാൾ നല്ലത് എന്താണ്? ഉത്തരം ജ്ഞാനം. സഭാപ്രസംഗിയുടെ പുസ്തകം 9 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം, യേശു മരുഭൂമിയിൽ വെച്ച് സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോൾ യേശു ആരോടുകൂടെ ആയിരുന്നു? ഉത്തരം കാട്ടുമൃഗങ്ങളോടുകൂടെ. മർക്കോസിൻ്റെ സുവിശേഷം 1 അധ്യായം 13 വാക്യം. അടുത്ത ചോദ്യം, മുമ്പേ വന്ന് സകലവും യഥാസ്ഥാനത്താക്കുന്നത് ആരാണ്? ഉത്തരം ഏലിയാവ്. മർക്കോസിൻ്റെ സുവിശേഷം 9 അധ്യായം 18 വാക്യം. അടുത്ത ചോദ്യം, മഹാപുരോഹിതന്മാർ എന്തുകൊണ്ടാണ് യേശുവിനെ പീലാത്തോസിന് ഏൽപ്പിച്ചു കൊടുത്തത്? ഉത്തരം
അസൂയ കൊണ്ട്. മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 10-ാം വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്.